ദക്ഷിണകാശി എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്, അതായത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ വിഷ്വൽസ് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അവസാനം ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി. ദക്ഷയാഗം നടന്ന പുണ്യപുരാതന ഭൂമിയിലെത്തിയിരിക്കുന്നു. ശ്രീ കൊട്ടിയൂർ പെരുമാളിൻ്റെ തിരുസന്നിധിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇക്കര ക്ഷേത്രമാണ്. ഇത് കൂടാതെ അക്കര ക്ഷേത്രം എന്നറിയപ്പെടുന്ന വേറൊരു സ്ഥാനം കൂടിയുണ്ട്. അവിടെ നമുക്കാർക്കും ഇപ്പോൾ പ്രവേശനമില്ല. നമുക്ക് അത് യാഗം നടക്കുന്ന ഉത്സവ നാളുകളിൽ മാത്രമേ അക്കരെ പ്രവേശനമുള്ളൂ. അങ്ങനെ നിരവധി ഐതിഹ്യങ്ങളാൽ കേൾവിപ്പെട്ടതാണ് ഈ നമ്മുടെ ക്ഷേത്രം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യങ്ങൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ, അക്കരെ കൊട്ടിയൂരിൽ എപ്പോഴാണ് നമുക്ക് പ്രവേശനം, ഇക്കരെ എന്തൊക്കെയാണ് സംഭവം, ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമുക്കിവിടെ ഒരു വിശിഷ്ട വ്യക്തി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേട്ടൻ അടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ബാലേട്ടനെ സ്വാഗതം ചെയ്യാം. ബാലേട്ടൻ നമസ്കാരം. സ്വാഗതം. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രധാന ആചാരങ്ങൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ, ഇവിടെ മറ്റു ക്ഷേത്രങ്ങളുടെ പോലെ ഉത്സവം ഇവിടെ നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ ക്ഷേത്രമായ അക്കര, 2 പുഴകൾക്ക് അക്കര ക്ഷേത്രം എന്നാണ് പറയുക. അവിടെ പ്രതിഷ്ഠയില്ല. ശ്രീകോവിൽ താൽക്കാലികമായി കിട്ടുന്ന ഷെഡാണ്. ഭഗവാന്റെ സ്വയംഭൂവാണ് അവിടെയാണ് ദക്ഷയാഗം നടന്നതെന്ന് വിശ്വസിക്കുന്ന പുണ്യഭൂമി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആചാരങ്ങൾ ദക്ഷയാഗത്തിനെ അനുസ്മരിപ്പിക്കുന്ന യാഗമാണ് അവിടെ നടക്കുന്നത്. 28 ദിവസം ആണ് ഉത്സവം. ചിലത് 27 നാളിൻ്റെ നീക്കം കൊണ്ട് 27 വരാം, 28 വരാം. അങ്ങനെ അതാണ് ഇവിടുത്തെ ഒരു കൗതുകം കേട്ടോ. ഒരു അശ്വതി മുതൽ പിന്നെ രേവതി വരെ 27 നാളുകളിലും, ചില നാളുകളിൽ 2 വന്ന അങ്ങനെ 28 നാളുകളിലേക്കും ഇവിടെ ഓരോ നാളിലും ഒരു ദിവസത്തെ മുഴുവൻ പൂജയാണ്, അല്ലാതെ ഒരു സമയമല്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അല്ലേ? ഉണ്ട്. ഇതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റ് ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം എന്ന് കേൾക്കുമ്പോൾ അവിടെ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളോ ശ്രീകോവിലുകളോ കൊടിമരങ്ങളോ മറ്റ് ആർഭാടങ്ങളോ ഉണ്ടാവുമെന്ന് ധരിക്കരുത്. ഇവിടെ തികച്ചും യാഗഭൂമി, ആ യാഗത്തിനെ ഓർമ്മിപ്പിക്കുന്ന പർണശാലകളാണ് അവിടെ കെട്ടിയിരിക്കുന്നത്. അതുപോലെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നമുക്ക് പിന്നെ കൃത്രിമമായ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കൃത്രിമമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ബിൽഡിങ്ങുകൾ, പെർമനന്റ് ബിൽഡിങ്ങുകൾ ഒന്നും പാടില്ല. ഈ 28 ദിവസക്കാലം മഴക്കാലത്താണ് ഇവിടുത്തെ ഉത്സവം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഈ മഴക്കാലത്ത് ഈറനോടുകൂടെ പുഴയിൽ മുങ്ങി ഭക്തജനങ്ങൾ ഈറനോടുകൂടെ ഭഗവാനെ ദർശിക്കുകയാണ്. ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറിയാണ് ഭക്തജനങ്ങൾ പ്രസാദമാകുന്നത്. ഞാനത് പറയാൻ കാരണം, ഇവിടെ ശ്രീകോവിൽ എന്ന് നാം ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായിട്ട് ഓട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു താൽക്കാലിക ഷെഡാണ്. ഭഗവാനും ഒരിടത്താണ് നിൽക്കുന്നത്. അത് തിരുവഞ്ചിറയുടെ ചുറ്റിലും, ഇതിന് ഭഗവാന് ചുറ്റും തിരുവഞ്ചിറയുണ്ട്. തിരുവഞ്ചിറ എന്നല്ല അതിൻ്റെ പേര്, രുധിരഞ്ചിറയാണ്. ദക്ഷൻ്റെ തലയർത്തപ്പോൾ തല ഇങ്ങനെ ഉരുണ്ടു, അതിൽ ആ രക്തം ഇങ്ങനെ രുധിരം വീണത് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. അതിനെ ചവിട്ടിക്കൊണ്ടാണ് ഭക്തജനങ്ങൾ ഭഗവാനെ ദർശിക്കുന്നത്. ഭഗവാനെ ദർശിക്കുന്നത് ഭഗവാന്റെ സ്വയംഭൂവിൽ നിന്നും പുഷ്പങ്ങളും അതുപോലെ തന്നെ മറ്റ് ചന്ദനവും നേരിട്ടിട്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പിന്നെ ഇത് നമുക്ക് തരുന്നു. അത് നമ്മളെ ഏറ്റവും അടുത്ത് ഭഗവാനോട് തൊട്ടില്ല എന്നുള്ള അത്ര അടുത്ത് നിന്നിട്ടാണ് വാങ്ങുന്നത്. ആ ദർശനം തന്നെ ഒരു പുണ്യ ദർശനമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ
ഒരുപാട് സവിശേഷതകളുള്ള ഒരു ദേവനാണ് കൊട്ടിയൂരപ്പൻ, കൊട്ടിയൂർ പെരുമാൾ. ഒരു സവിശേഷത എന്നോട് ബാലട്ടൻ പറഞ്ഞു തന്നത്, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം. ഹിന്ദു മതത്തിലുള്ള എല്ലാ ജാതികൾക്കും ഇവിടെ അവകാശമുണ്ട് അല്ലേ? അതൊരു സവിശേഷത. അതെ, ഹിന്ദുമതം മാത്രമല്ല, അന്നത്തെ കാലത്ത് മുസ്ലിമുകളും ഉണ്ടായിരുന്നു. മുസ്ലിമിന് വരെ ഈ ഉത്സവ കാലത്ത്, വൈശാഖ മഹോത്സവ കാലത്ത് ചെയ്യേണ്ട ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അത് അവർ വന്ന് നിർവഹിക്കണം. അതിനാരെയും ക്ഷണിക്കണ്ട, അവർ വന്ന് നിർവഹിക്കും. അങ്ങനെ നാനാജാതി മതസ്ഥർക്ക് ഒരേപോലെ സമഭാവനയിൽ തീണ്ടലും വൈത്തും തൊടി ഇട്ടുകൂടായിയൊക്കെയുള്ള കാലത്തുകൂടെ ഇവിടെ അതൊന്നുമില്ലാതെ ആ ഭഗവാന്റെ ബാവലിപ്പുഴയിൽ മുങ്ങിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നാണ്. ആ പുണ്യനദിയിൽ മുങ്ങിയ ശേഷം ഭഗവാനെ ദർശിക്കുന്ന ആർക്കും ദർശിക്കാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക സവിശേഷത. ചീനി മരം എന്ന് അറിയപ്പെടുന്ന ഒരു മരമാണ് ഇത്. പണ്ട് കാലത്ത് ഒരുപക്ഷെ ഇപ്പോഴും തോണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരമാണ്. ഇതുപോലെ അനവധി ജൈവ വൈവിധ്യമുള്ള അല്ലെങ്കിൽ മരങ്ങളാൽ സമ്പന്നമായ ഒരു ഭൂപ്രദേശമാണ് കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ ദേവസ്വത്തിന് ഇവിടെ നമ്മൾ ഈ അമ്പലം ഇരിക്കുന്നിടത്ത് 50 ഏക്കറോളം സ്ഥലവും, അതുകൂടാതെ മലമുകളിൽ 55 ഹെക്ടറോളം ഉണ്ട്. അതൊക്കെ ഇപ്പോഴും വളരെ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ? അത് നോക്കിയത് എത്രമാത്രം വളരെ നിഗൂഢമായ പല അടരുകൾ ഒക്കെയുള്ള കണ്ടോ? വലിയൊരു ബുർജ് ഖലീഫയുടെ താഴെ വന്ന് നിന്ന് നോക്കുന്ന ഒരു ഫീലുണ്ട് നമുക്ക്.